اللهم إنك عفو تحب العفو فاعف عنا. പിന്നെ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയൊരു രാവാണ്. അത് അന്ന് ഖുർആൻ അവതരിച്ചു, അല്ലാണ്ട് അത് മാസത്തിൽ ആവർത്തിക്കില്ല. തങ്ങൾ കുടുംബത്തിൽ പെടാതിരിക്കാൻ ദുആ ചെയ്തു. അതിൽ പെട്ട താടി ഉണ്ടാവില്ല, മീശ ഉണ്ടാവില്ല, സുന്നത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, തൊപ്പി മാത്രം ഉണ്ടാവും. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാർ. കഴിഞ്ഞ ദിവസം എനിക്കൊരു സുഹൃത്ത് 2 വീഡിയോകൾ അയച്ചു. അതിൽ ഒന്നാമത്തെ ഒരു വീഡിയോ ഒരു മൗലവി, മുസ്തഫ മൗലവി എന്ന് പേരുള്ള ഒരു മൗലവി ഒരു ചെറിയൊരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ്. ഇപ്പോൾ റമദാനിൽ നമ്മളൊക്കെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണത്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഇനി അങ്ങനെ ഇല്ല, അതൊരിക്കൽ സംഭവിച്ചത് മാത്രമാണ്. നമ്മൾ സാധാരണ എല്ലാ വിശ്വാസികളും ഏത് സംഘടനക്കാരാണെങ്കിലും ലൈലത്തുൽ ഖദറിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. റമദാൻ്റെ ഒറ്റപ്പെട്ട രാവുകളിൽ നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധനയോടെ മുഴുകിയിരിക്കാറുണ്ട്. അപ്പോഴാണ് ഈ മൗലവി പറയുന്നത് ലൈലത്തുൽ ഖദർ അങ്ങനെ ഒരു സവിശേഷമായ ദിനമൊന്നും ഇല്ല, അതൊക്കെ നേരത്തെ കഴിഞ്ഞു പോയി, അങ്ങനെ ഓഫർ മേളയാക്കി നടത്തേണ്ടതല്ല എന്ന് പറയുന്നൊരു വീഡിയോ. മറ്റൊരു വീഡിയോ ഒരു മുജാഹിദ് മൗലവിയുടെ വീഡിയോ ആണ്. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരാണ്, നിങ്ങൾ തങ്ങന്മാരാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. ഹബീബായ നബിയുടെ കുടുംബത്തിന്, അഹ്ലു ബൈത്തിനെ വളരെ മോശമായി സംസാരിക്കുന്ന ഒരു മുജാഹിദ് മൗലവിയുടെ ഒരു വീഡിയോ. ഈ 2 വീഡിയോകളാണ് എനിക്ക് അയച്ചു തന്നിട്ട് എന്താണ് സാറേ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിക്കേണ്ടായി. അപ്പോൾ ഞാനിന്ന് ആ വിഷയമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഈ നജീബ്, ഈ ഒരു മുസ്തഫ മൗലവി ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, ആ വീഡിയോ ഒന്ന് കാണും. പിന്നെ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയൊരു രാവാണ്. അത് അന്ന് ഖുർആൻ അവതരിച്ചു, അല്ലാണ്ട് അത് മാസത്തിൽ ആവർത്തിക്കില്ല. ഇപ്പോൾ ഒരു സംഗതി നടന്നാൽ പിന്നീട് സംഭവിക്കുന്നത് അതിൻ്റെ ഓർമ്മ മാത്രമാണ്, ആ കാര്യം ആവർത്തിക്കുന്നില്ല. അപ്പോൾ തനസൽ മലായികത്തു റൂഹു എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയ ഒരു സംഗതിയാണ്. അതിനെ പിന്നെ ഇനി വരുമെന്നല്ല പറയുന്നത്, ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ്. അവിടെ തനസ്സല എന്ന വാക്കിനെ തനസ്സലു എന്നാക്കിയിട്ട് അവിടെ ഒരു താ വിട്ടുപോയി, തനസ്സലു എന്നായിരുന്നു, ഒരു താ മഹദൂഫായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ ഇവർ ഒപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് പാസ്റ്റാണ്, കഴിഞ്ഞുപോയ സംഗതിയെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അത് മനുഷ്യൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന നിർവചനീയമായ ഒരു രാവ് കഴിഞ്ഞുപോയി, ആ രാവിലായിരുന്നു ഖുർആൻ അവതരിച്ചത് എന്ന് പറയുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അല്ലാതെ എല്ലാ വർഷവും ഇങ്ങനെ എന്തോ ഒരു ഓഫറായിട്ട് മെഗാമേള പോലെ സംഭവിക്കുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നൊരു കാര്യം, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഒരിക്കൽ കഴിഞ്ഞു പോയ ഒന്നാണ്, ഇനി ഒരിക്കലും അത് സംഭവിക്കുന്നില്ല. അത് അങ്ങനെ ഒരു ഓഫറായിട്ട് ഒരുപാട് 70,000 രാവിൻ്റെ പുണ്യം എന്ന രീതിയിലൊക്കെ ഈ എന്താ പറയുക, അതിനൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ഈ ഒരു മൗലവി, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ലോകത്ത് മുസ്ലിം വിഭാഗം പല വിഭാഗങ്ങളും പല ആശയധാരകളുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവരാരും ലൈലത്തുൽ ഖദറിനെ നിഷേധിച്ച ആളുകളല്ല. ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നതിന് വ്യത്യസ്തമായ വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ടുണ്ട്. സൂഫിയാക്കളുടെ കണക്കിൽ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ആ സവിശേഷമായ രാത്രി റമദാനിൽ മാത്രമല്ല അല്ലാത്തപ്പോഴും ഉണ്ടാകും എന്ന് സമർത്ഥിച്ച സൂഫിയാക്കളുണ്ട്. അതായത് പല മഹാന്മാരുടെ ചരിത്രങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ലൈലത്തുൽ ഖദർ ഇന്നെനിക്ക് ലൈലത്തുൽ ഖദർ ആയിരുന്നു. അപ്പോൾ ഈ ലൈലത്തുൽ ഖദർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവരാരും ഈ മുസ്തഫ മൗലവി പറഞ്ഞതുപോലെ ലൈലത്തുൽ ഖദർ ഇല്ല എന്നല്ല അത് കഴിഞ്ഞു പോയൊരു രാവ് മാത്രമാണ്, ഇനി അങ്ങനെയൊന്നും ഇല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ലോകാവസാനം വരെ ആ രാവ് ഉണ്ട് എന്നുള്ളതാണ്. ലൈലത്തുൽ ഖദറിൻ്റെ സവിശേഷതയെക്കുറിച്ചിട്ട് ഒരു ഹദീസുണ്ട്. ആ ഹദീസിൻ്റെ സംഭവമാണ് ഞാൻ പറയുന്നത്. ലൈലത്തുൽ ഖദർ ആസന്നമായാൽ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിന് ഒരു ആജ്ഞ നൽകുമത്രേ. ജിബ്രീൽ അലൈഹിസ്സലാം ഉടൻ ഒരു സംഘം മലക്കുകളുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങും. ഒരു പച്ച പതാകയുമായിട്ടാണ് അവർ ഇറങ്ങുക. ആ പതാക അവർ കഅബയുടെ മുകളിൽ ഉയർത്തും. ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുകളുണ്ട്. അവയിൽ 2 ലൈലത്തുൽ ഖദറിൽ മാത്രമേ വിടർത്തൂ. അത് വിടർത്തുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് നിറഞ്ഞങ്ങനെ നിൽക്കും. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ നിർദ്ദേശാനുസരണം മറ്റു മലക്കുകൾ ഭൂവിധാനത്തിൽ സഞ്ചരിച്ച് നിന്നും ഇരുന്നും ആരാധനയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സലാം പറഞ്ഞ് അവരുടെ കരതലം ചുംബിക്കുകയും അവരുടെ പ്രാർത്ഥനയിൽ ചേർന്ന് ആമീൻ പറയുകയും ചെയ്യും. ഈ അവസ്ഥ പ്രഭാതം വരെ തുടരും. മാഷാ അല്ലാഹ്, നമ്മൾ ആ ദിവസം ഏതാണെന്ന് നമുക്കറിയില്ല, പക്ഷേ നമ്മൾ ആ നിമിഷത്തിൽ നമസ്കരിക്കാനോ പ്രാർത്ഥിക്കാനോ ദിക്ർ ചൊല്ലാനോ ഉണ്ടായെങ്കിൽ മലക്കുകളുടെ ചുംബനത്തിനാണ് നമ്മൾ വിധേയരാകുക. അൽഹംദുലില്ലാഹ്, നമുക്ക് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ഹദീസിൻ്റെ ബാക്കി ഇങ്ങനെയാണ്. അങ്ങനെ പ്രഭാതമായി കഴിഞ്ഞാൽ നമുക്ക് യാത്ര തിരിക്കാൻ സമയമായി എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളോട് പറയുമത്രേ. അപ്പോൾ മലക്കുകൾ അതിനൊക്കെ സജ്ജരാകും. അവർ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അള്ളാഹു ഈ മുഹമ്മദീയ സമുദായത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഈ രാവിൽ അള്ളാഹു ഇവർക്ക് കാരുണ്യം ചൊരിഞ്ഞിരിക്കുന്നു, എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. 4 വിഭാഗം മാത്രം ഈ മാപ്പിന് അർഹരല്ല. അപ്പോൾ 4 വിഭാഗത്തിന് ഈ വിട്ടുവീഴ്ചയില്ല, കാരുണ്യമില്ല.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ 4 വിഭാഗത്തിലുണ്ടാവോ എന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേട്ട ഹബീബായ നബി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹാബികൾ ചോദിച്ചു, ഹതഭാഗ്യരായ ആ 4 വിഭാഗം ആരാണ് റസൂലേ? വല്ലാത്ത വികാരപരമായ ചോദ്യമായിരുന്നു അത്. ഹബീബായ നബിയുടെ മറുപടി ഇങ്ങനെയാണ്: 1, സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവർ, സ്ഥിരം മദ്യപത്തിന് അഡിക്റ്റായ ആളുകൾ. ലോകത്തിന് ഹബീബായ നബി കൊടുത്തൊരു മറുപടി നോക്ക്. ലഹരിയുടെ പ്രശ്നമാണ് ഇന്ന് ലോകം മുഴുവനും. ഹബീബായ നബി 1400 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു, ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടാതെ പോകുന്ന ആളുകൾ, മദ്യപിക്കാതെ പറഞ്ഞ ലഹരിക്ക് അഡിക്റ്റായ ആളുകൾ. രണ്ടാമതൊരാളുകൾ മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നവർ. ഇന്ന് അങ്ങനെ ഒരുപാട് പേരുണ്ട്. മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന ആളുകൾ, മറ്റൊന്ന് കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ, മറ്റൊന്ന് കാപട്യവും കുശുമ്പും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന അധർമ്മകാരികൾ. ഇത്തരക്കാരിലൊന്നും നമ്മൾ അള്ളാഹു കൂട്ടാതിരിക്കട്ടെ. നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്ക് നിങ്ങൾ. ഇതൊന്നും നിസ്കരിക്കാത്ത ആളുകളോ നോമ്പ് നോക്കാത്ത ആളുകൾ, ഇതൊന്നുമല്ല. ദുനിയാവിൽ ആളുകളോട് ഇടപഴകുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുള്ള, ദുനിയാവിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെയാണ് ഇതിൽ എണ്ണീറ്റുള്ളത്. അള്ളാഹു ആ 4 പേരിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. നമുക്ക് ഒരുപാട് ഹദീസുകളുണ്ട്. ഈ ഹദീസുകളിലെല്ലാം പറയുന്നത് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് തന്നെയാണ്. വേറൊരു ഹദീസിൽ കാണാം, റമദാൻ മാസത്തിൽ ഒരു രാത്രി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നുവെന്ന് സത്യമാണ്. 1000 മാസത്തേക്കാൾ നന്മയേറിയതാണ് പ്രസ്തുത രാവ്. ആ രാവിൻ്റെ പുണ്യം നിഷേധിക്കപ്പെട്ടവൻ പരാജിതൻ തന്നെയാകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവും, ഇത്തരം രാവുകളെ നിഷേധിക്കുന്ന ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട രാവുകളാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ഏത് രാവാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാലും പണ്ഡിതന്മാരെല്ലാം ഏകദേശം അവർ പറയുന്നത് അത് 27-ാം രാവിനാണ് സാധ്യത എന്ന രീതിയിൽ പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഒരു ഹദീസിൽ കാണാം, ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന് പ്രഖ്യാപിക്കാൻ വന്നതായിരുന്നു ഞാനെന്ന് ഹബീബായ നബി പറയാണ്. പക്ഷേ ആളുകൾ ബഹളമുണ്ടാക്കുന്നത് ഞാൻ കാണാനിടയായി. അതോടെ പ്രസ്തുത ജ്ഞാനം അള്ളാഹു എന്നിൽ നിന്ന് പിൻവലിച്ചു കളഞ്ഞു. എങ്കിലും നിങ്ങൾക്ക് നന്മ വരുത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇത് ബുഖാരിയിൽ പറയുന്നൊരു ഭാഗമാണ്. പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ലൈലത്തുൽ ഖദർ ഏത് രാവിലാണെന്നൊരു നിഗമനമൊക്കെ പറയുന്നുണ്ട്. മുസ്ലിം ലോകം കാലാന്തരങ്ങളായിട്ട് റമദാനിൻ്റെ 27-ാം രാവിലാണ് ഇങ്ങനെ ഒരു ദിനമുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് മക്കത്തും മദീനത്തുമൊക്കെ രാത്രി നമസ്കാരങ്ങളുടെ എണ്ണം കൂട്ടുകയും അതോടൊപ്പം തന്നെ സജീവമായിട്ടുള്ള ആരാധനകൾ മുഴുകുന്നൊരു ശീലവും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റമദാൻ്റെ 27-ാം രാവ് ലൈലത്തുൽ ഖദർ ആണെന്ന് പ്രതീക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നർത്ഥമില്ല. പക്ഷെ അതിനെ നിഷേധിക്കുന്ന രീതിയിൽ ഇപ്പോൾ സുന്നികളിലാണെങ്കിലും, സുന്നികൾ തന്നെ ഒരുപാട് വിഭാഗക്കാരുണ്ട്. അതേപോലെ മറ്റു മുജാഹിദ്, ഇങ്ങനെയുള്ള വിഭാഗക്കാർ, ഇവരാരും ലൈലത്തുൽ ഖദർ നിഷേധിക്കുന്ന ആളുകളില്ല. പക്ഷേ എന്തുകൊണ്ടോ ഈ രീതിയിലൊരു വ്യാഖ്യാനമാണ് മുസ്തഫ മൗലവി നടത്തിയത്. ലൈലത്തുൽ ഖദർ എന്ന് ഖുർആനിൽ പറയുന്ന ഏതൊരു സന്ദർഭവും കഴിഞ്ഞു പോയൊന്നും മാത്രമല്ല. ഖുർആനിൽ എന്തെങ്കിലും കഥകൾ പറയുകയാണെങ്കിലും ഉപമകൾ പറയുകയാണെങ്കിലും ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒന്നാണ്. ഖുർആനിലെ ഓരോ കഥകൾക്കും ഓരോ പുനരാഖ്യാനങ്ങളുണ്ട്, അതായത് പുനർവ്യാഖ്യാനങ്ങളുണ്ട്. അതിലിപ്പം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറയുകയാണ്, ഇബ്രാഹിം നബിയുടെ കഥ പറയുക, അത് വെറും കഥ മാത്രമാണ്, ചരിത്രം മാത്രമായിട്ടല്ല കാണേണ്ടത്. ഖുർആൻ എന്നുള്ളത് കഴിഞ്ഞു പോയ ഒരു സംഭവത്തിൻ്റെ ഒരു ഡയറി കുറിപ്പല്ല. ഇത്തരം വാദിക്കുന്ന ആളുകൾക്ക് പിന്നെ അങ്ങനെ പറയേണ്ടി വരും. പക്ഷെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇതിനൊരു കാര്യം മനസ്സിലാണ്, ലൈലത്തുൽ ഖദർ ഉണ്ട്, അതില്ലെന്നാരും പറഞ്ഞിട്ടില്ല. വർഷം മുഴുവനും ആരാധനകളിൽ മുഴുകിയിട്ട് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമുണ്ട്. അങ്ങനെ ലൈലത്തുൽ ഖദർ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകൾ ആരാധനയിൽ മുഴുകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത് ചെയ്യുന്നത്. അതൊരിക്കലും ശരിയായ ഒരു ഏർപ്പാടല്ല. ഇപ്പോൾ ഹദീസിലായാലും ഖുർആനിലായാലും പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളിലായാലും ലൈലത്തുൽ ഖദർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പിന്നെ അതിനെ നമ്മൾ നിഷേധിക്കുന്നത് കൊണ്ടെന്തില്ല, ഒരു പ്രസക്തിയില്ല. اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا. പിന്നെ രണ്ടാമതൊരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, തങ്ങന്മാരുടെ പ്രാധാന്യത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ. ഞാനിതാ 2 പേരുടെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ചെറിയൊരു ക്ലിപ്പാണെന്ന് കേൾക്കുക. ആനുകൂല്യവും അല്ല അവിടെ തരൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന തങ്ങൾ കുടുംബത്തിൽ ഒരു കാര്യമില്ല. ഞാൻ ഒന്നുകൂടി പറയുന്നത്, തങ്ങൾ കുടുംബത്തിൽ പെടാതിരിക്കാൻ ദുആ ചെയ്യുന്നു. അതിൽ പെട്ട താടി ഉണ്ടാവില്ല, മീശ ഉണ്ടാവില്ല, സുന്നത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, തൊപ്പി മാത്രം ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. ഏത് തങ്ങക്കാ താടിയുള്ളത്? ചിന്തിക്ക്, എത്ര തങ്ങന്മാർക്ക് റസൂലിന്റെ താടിയുണ്ട്? ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ താടി പൊക്കിൾ കൊടി വരെയായിരുന്നു. എത്ര തങ്ങന്മാർക്കുണ്ട് ഇവിടെ? ഇബ്രാഹിം നബിനേക്കാൾ വലിയ തങ്ങളുണ്ടോ? ആ ഇബ്രാഹിം നബിന്റെ ബാപ്പയാ നരകത്തിൽ ആടുന്നത്.
അവിടെ പള്ളി ഉദ്ഘാടനം ചെയ്യാനും പീഡിയ ഉദ്ഘാടനം ചെയ്യാനും ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചാൽ മതി. ഈ തങ്ങന്മാരെയും മൊയ്ലിയാമാരെയും കത്തിവിരി നോക്കി നടക്കുന്നെന്തിനാ? ഓട്ടോറിക്ഷക്കാരൻ മുത്തക്കി, അവൻ വൈകുന്നേരം രാവിലെ ഇറങ്ങും, സുബഹി നിസ്കരിച്ച് ദുഹാവ് നിസ്കരിച്ചിട്ട് അവൻ ഇറങ്ങും. അപ്പോൾ ഈ ഒരു പ്രസംഗത്തിൽ അഹ്ലു ബൈത്തിനെ വളരെ മോശമായിട്ട് സമീപിക്കുന്ന രണ്ട് വ്യാഖ്യാനങ്ങളാണ്. ഇപ്പോൾ മടവൂർ ഷെയ്ഖിന് താടി ഉണ്ടായിരുന്നില്ല, ഒരുപാട് മശായിഖന്മാർ താടി ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇത് അഹ്ലു ബൈത്തിനോടുള്ള ഒരു വിരോധം വെച്ചിട്ട് അഹ്ലു ബൈത്തിനെ മോശക്കാരാക്കി കാണുന്ന ഒരു സമീപനമാണ് ഈ ഒരു മുജാഹിദിൻ്റെ മൗലവിമാരി ചെയ്തത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. ഏതാണ് ആ സൂറത്ത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരുപാട് ഗുണങ്ങളൊക്കെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എഴുതി. അപ്പോൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.